നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചടുല നീക്കത്തിലൂടെയാണ്. നടി പരാതി നൽകിയതോടെ മുൻകൂർ ജാമ്യം തേടാനുള്ള നീക്കത്തിലായിരുന്നു ബോബി ചെമ്മണ്ണൂർ. മുൻകൂർ ജാമ്യം ലഭിക്കുന്ന സമയം വരെ ഇദ്ദേഹം ഒളിവിൽ പോയേക്കാമെന്ന സൂചന ലഭിച്ചതോടെ പോലീസ് അതിവേഗം നീക്കം നടത്തുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ പോലീസ് സേന അദ്ദേഹം വയനാട് മേപ്പാടിയിലെ സ്വന്തം റിസോർട്ടിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയായിരുന്നു. തുടർന്ന് കൊച്ചി പോലീസ് വയനാട് പോലീസിന് വിവരം കൈമാറുകയും ചെയ്തു. ഒടുവിൽ കൊച്ചിയിൽ നിന്നെത്തിയ പോലീസ് സംഘവും വയനാട് പോലീസും ചേർന്ന് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയി വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. അതിനുശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. വയനാട്ടിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കടക്കാനുള്ള നീക്കത്തിനിടയിലായിരുന്നു ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായത്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറി ഗ്രൂപ്പിന്റെ കോയമ്പത്തൂരിലെ പുതിയ റോം ഉദ്ഘാടനം ഇന്നായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ഇതിനിടയിലാണ് പോലീസ് നടപടി ഉണ്ടാകുന്നത്. പ്രതി രാജ്യം വിടുന്നത് തടയാനായി വിമാനത്താവളങ്ങളിൽ അടക്കം നിരീക്ഷണം ശക്തമാക്കിയിരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്റെ പരാതിയിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും DGPയും ഉറപ്പു നൽകിയിരുന്നുവെന്ന് ഹണി റോസ് വ്യക്തമാക്കി. മനസ്സിന് ഏറ്റവും കൂടുതൽ സമാധാനം നൽകുന്ന ദിവസമാണ് ഇത്. ഭയങ്കര റിലാക്സ്ഡ് ആണ്. അത്രയും വലിയ ടോർച്ചർ കുറെ വർഷങ്ങളായി അനുഭവിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം അവഹേളനം ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം കിട്ടിയ പ്രചോദനത്തിൽ നിന്നായിരിക്കും ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി നമ്മുടെ മുന്നിൽ നിന്നും മോശം പരാമർശങ്ങൾ നടത്തിയത് എന്നാണ് ഹണി റോസ് പറഞ്ഞത്. എതിർപ്പ് അറിയിച്ചിട്ടും വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരുന്നതോടെ തന്നെ വെല്ലുവിളിക്കുന്നത് പോലെ തോന്നുകയും ചെയ്തു. അതും അത്രയും ആൾക്കാരുടെ അത്രയും നിയമ സംവിധാനമുള്ള ഒരു നാട്ടിൽ. ഇതിനൊരു അറുതി വേണമെന്ന് താൻ തീരുമാനിക്കുകയായിരുന്നു. താനും എന്റെ കുടുംബവും തന്നെ സ്നേഹിക്കുന്ന എല്ലാവരും കൂടി ചേർന്ന് എടുത്ത ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസുമായി മുന്നോട്ട് പോയത്. മുഖ്യമന്ത്രിയുമായി സംസാരിക്കണമെന്ന ഒരു അപേക്ഷ താൻ മുന്നോട്ട് വെച്ചിരുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹവുമായി സംസാരിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. തനിക്കും തന്റെ കുടുംബത്തിനും ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ അദ്ദേഹവുമായി പങ്കുവെച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ DGPയുമായും സംസാരിക്കുകയും അവരെല്ലാം കർശന നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തു. താൻ അനുഭവിക്കുന്നത് അത്രയും ഗുരുതരമായ വിഷയമാണെന്ന് അവർക്ക് മനസ്സിലായി എന്നും ഹണി റോസ് വ്യക്തമാക്കി. കുറെ നാളുകളായി ഇത് അനുഭവിച്ചു വരികയാണ്. അപ്പോഴൊക്കെ ഒരു സംസാരത്തിലേക്കും വിവാദത്തിലേക്കും പോകണ്ട എന്ന് തീരുമാനിച്ചതിനെ തുടർന്നാണ് പരാതിയൊന്നും നൽകാഞ്ഞത്. ഒടുവിൽ ഇതിനോടൊന്നും പ്രതികരിച്ചില്ലെങ്കിൽ താൻ അതിനെ അംഗീകരിക്കുന്നു, ആസ്വദിക്കുന്നു എന്ന തരത്തിലുള്ള വളരെ മോശമായ ഒരു സന്ദേശം സമൂഹത്തിലേക്ക് എത്തും. അതിൽ തനിക്ക് അതിയായ ബുദ്ധിമുട്ടും വിഷമവും ഉണ്ട്. ഇതൊക്കെ കുറച്ചുകൂടി നേരത്തെ ആകാമായിരുന്നുവെന്ന് ഇപ്പോൾ കരുതുന്നുണ്ട് എന്നും താരം കൂട്ടിച്ചേർത്തു.